പൊതുമേഖലാ സ്ഥാപനമായ തിരുവല്ല ചുമത്രയിലെ ട്രാക്കോ കേബിൾ കമ്പനി അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കമ്പനിയുടെ 3 യൂണിറ്റുകളിൽ കണ്ണൂരിലെ പിണറായിയിലുള്ളത് ഒഴികെ 2 യൂണിറ്റുകളും ഉൽപ്പാദനം നിലപ്പിച്ചു. ജീവനക്കാർക്ക് 2023 ഓഗസ്റ്റ് മുതൽ ശമ്പളവും കിട്ടുന്നില്ല എന്നാണ് അറിയുന്നത്. 2017 മുതൽ വിരമിച്ച ആളുകൾക്ക് ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല എന്നും പരാതി വരുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി സർവ്വമേഖലയും എന്ന പോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും കാര്യമായി ബാധിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തിരുവല്ലയിലെ ട്രാക്കോ കേബിൾ. ഈ സ്ഥാപനം അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. മൂലധനക്കുറവ് മൂലം അസംസ്കൃത വസ്തുക്കൾ വാങ്ങാൻ കഴിയാത്തതാണ് ട്രാക്കോ കേബിൾ കമ്പനിയുടെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ കമ്പനിക്ക് പൂട്ടുവീഴുമെന്ന ആശങ്കയിലാണ് ജീവനക്കാർ. കൊച്ചി ഇരുമ്പനത്ത് 1964 ട്രാക്കോ കേബിൾ ഫാക്ടറി ആദ്യം തുടങ്ങുന്നത്. 1989 തിരുവല്ല ചുമത്രയിൽ 2ാമത്തെ യൂണിറ്റും 2012 കണ്ണൂരിലെ പിണറായിയിൽ 3ാമത്തെ യൂണിറ്റും ആരംഭിക്കുന്നത്. ഉൽപ്പാദന രംഗത്ത് ട്രാക്കോ കേബിൾ കമ്പനി വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് വാങ്ങാൻ ധാരാളം ഉപഭോക്താക്കൾ ധാരാളമുള്ള ഒരു സ്ഥാപനം എങ്ങനെ നഷ്ടത്തിലായി എന്നുള്ളതിനെക്കുറിച്ച് ഇവിടുത്തെ തൊഴിലാളികൾ വളരെ വിഷമാവസ്ഥയിൽ ചിന്തിക്കുകയാണ്. പിണറായിയിലെ യൂണിറ്റിൽ വയറിംഗ് കേബിളുകളാണ് പ്രധാനമായും നിർമ്മിക്കുന്നത്. മറ്റ് 2ഇടത്തും പവർ കേബിളുകളും കണ്ടക്ടറുകളും മറ്റും ഉൽപ്പാദിപ്പിക്കുന്നു. ഇരുമ്പനം ചുമത്ര യൂണിറ്റുകളാണ് ഉൽപ്പാദനം ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നത്. അഞ്ഞൂറോളം ജീവനക്കാരാണ് ട്രാക്കോ കേബിളിലുള്ളത്. ശമ്പള പ്രതിസന്ധിയെ തുടർന്ന് ഒക്ടോബറിൽ തൊഴിലാളികൾ സമരം നടത്തിയിരുന്നു. തുടർന്ന് വ്യവസായ വകുപ്പ് മന്ത്രി നേരിട്ട് യോഗം വിളിച്ച് 7.5 കോടി രൂപ അനുവദിച്ചു. ബാങ്കിലെ കടം തീർക്കാനായാണ് ഈ തുക ഉപയോഗിച്ചത്. ജീവനക്കാർക്ക് ജൂലൈയിലെ ശമ്പളവും വിതരണം ചെയ്തു. KCBയിൽ നിന്നാണ് ട്രാക്കോ കേബിളിന് ഏറ്റവും വലിയ ഓർഡറുകൾ ലഭിച്ചിരുന്നത്. 182 കോടി രൂപയുടെ കരാർ ലഭിച്ചപ്പോൾ സമയബന്ധിതമായി 22 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ട്രാക്കോ കേബിൾ നിർമ്മിച്ച KCBക്ക് നൽകിയത്. അസംസ്കൃത സാധനങ്ങൾ യഥാസമയം എത്തിക്കുന്നതിലും മറ്റും വീഴ്ചയുണ്ടായതാണ് കാരണം. ഇതോടെ KCB മറ്റിടങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തുടങ്ങി. KCB വഴി അസംസ്കൃത വസ്തുക്കൾ വാങ്ങി നൽകി കമ്പനി പ്രവർത്തിപ്പിക്കാമെന്ന വ്യവസായ വകുപ്പ് നൽകിയ ഉറപ്പും ഇതുവരെ പാലിക്കപ്പെട്ടില്ല. ഒരു പൊതുമേഖലാ സ്ഥാപനവും വിറ്റു തുലയ്ക്കില്ല എന്ന് ഉറപ്പു നൽകിയ സംസ്ഥാന സർക്കാർ, ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോഴാണ് ട്രാക്കോ കേബിളിൽ ഈ സമരം നടക്കുന്നത്. ഒടുവിൽ അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്ക് എത്തി നിൽക്കുന്നത്. രതീഷ് മാടമ്പശ്ശേരിക്കൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിന് പകരം അവയെ ലാഭത്തിലാക്കുകയാണ് LDFന്റെ ലക്ഷ്യം. എന്നാൽ സർക്കാരിന്റെ ഇതുവരെയുള്ള ഇടപെടൽ ഫലപ്രദമല്ല എന്നാണ് ട്രാക്കോ കേബിൾ കമ്പനിയിലെ പ്രതിസന്ധികൾ സൂചിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് ചില പ്രതികരണങ്ങൾ വന്നത്. നിരവധി തവണ ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ ഞങ്ങളുടെ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, വ്യവസായ മന്ത്രി അടക്കം ഉള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ അടുക്കൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിരവധി തവണ ഇതിൻ്റെ നിവേദനങ്ങൾ സമർപ്പിക്കുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചത് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ ട്രാക്കോ കേബിൾ കമ്പനിയെ ഉയർത്തി അല്ലെങ്കിൽ നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടൊരു നല്ല ബഡ്ജറ്റിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് നമുക്കൊരു നല്ല സാമ്പത്തികം അനുവദിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ ബഡ്ജറ്റ് തീർത്തും നിരാശാജനകമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ട്രാക്കോ കേബിൾ കമ്പനിയുടെ 3 യൂണിറ്റുകളിലുമായിട്ട് ഏതാണ്ട് 400ഓളം ജീവനക്കാരെ ഞങ്ങളിവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ട് 6 മാസത്തോളമായി.